ഹലോ, വെൽക്കം ടു സ്കൂൾ ഗുരു ലേണിംഗ് ആപ്പ്. മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിലെ ഓരോ ചാപ്റ്ററുകളായിട്ട് തീർന്നുകൊണ്ട് വരികയാണ്. അതിലിനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററാണ്. 7th ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തൊടുവരകൾ എന്നാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര്. തൊടുവരകൾ. ഇത് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ വൃത്തങ്ങളുടെ ഒരു സവിശേഷതകൾ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അതിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് വരയും വട്ടവും എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താ നോക്കാം, നമുക്ക് എന്താണ് വരയും വട്ടവും എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് ബോർഡിൽ കാണാം, ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൻ്റെ ഒരു വ്യാസമാണ് ഞാൻ വരച്ചത്. AB എന്ന് പറയുന്നത് വ്യാസമാണ്. ഞാനൊന്ന് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വൃത്തത്തിൻ്റെ രണ്ട് ഭാഗത്തേക്കും ആ വരയുടെ രണ്ട് ഭാഗത്തേക്കും ഞാനത് നീട്ടി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ AB എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വരയാണെന്ന് പറയുന്നത് വ്യാസം. ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു വൃത്തത്തിൽ വരുന്ന മറ്റൊരു പോയിൻ്റ്, നമ്മൾ എന്ത് പറയണം, തൊടുവര എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു പദം, തൊടുവരകൾ എന്ന് പറയുന്ന പദം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പൊന്നും പഠിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പൊന്നും ഡിസ്കസ് ചെയ്യാത്ത ഒരു കോൺസെപ്റ്റാണ് തൊടുവരകൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തൊടുവര എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൻ്റെ ഒരു വ്യാസമാണ് AB വരച്ചിട്ടുള്ളത്. വൃത്തത്തിൻ്റെ വ്യാസമാണ് AB വരച്ചിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നത് ഈ ഒരു വൃത്തത്തിലുള്ള മറ്റൊരു ബിന്ദു ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഞാനിവിടെ വേറൊരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ട് ആ ബിന്ദുവിന് ഞാൻ X എന്ന് പേര് കൊടുത്തു. ആ ബിന്ദുവിന് ക്യാപിറ്റൽ ലെറ്റർ X എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ X എന്ന് പറയുന്ന ഒരു ബിന്ദു വൃത്തത്തിൽ അടയാളപ്പെടുത്തുന്നു. ഇനി Aയും Xും ഞാനത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. Aയും Xും ഞാൻ കണക്ട് ചെയ്തിട്ട് ഒരു വര വരച്ചു. ഓക്കെ, Aയും Xും യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചു. AX എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ ഒരു ഞാണാണെന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. AX എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഒരു ഞാണാണ്, ആണല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ Xൻ്റെ സ്ഥാനം എങ്ങനെ മാറ്റിക്കൊണ്ടുപോവാം. Xൻ്റെ സ്ഥാനം മാറ്റുക എന്ന് പറഞ്ഞാൽ Aയും X എന്ന് പറയുന്ന ബിന്ദുവും തമ്മിൽ ഈ ഒരു ഭാഗം അതിൻ്റെ അകലമുണ്ട് അല്ലേ. ഇത് മുതൽ ഇതുവരെയാണ് Aയും Xും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു അകലം ഞാനിങ്ങനെ ചുരുക്കി വരിക എന്ന് വിചാരിച്ചു. ആ അകലം ഞാൻ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പം ഞാൻ ഇവിടെയാണ് X എടുത്തത്. X എന്ന് പറയുന്ന വര എങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്യാണ്, ഞാൻ അതേ വരയെ തന്നെ, അല്ലെങ്കിൽ അതേ വരയെ തന്നെ അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്ഥാനമൊന്ന് മാറ്റിയിട്ട് A എന്ന് പറയുന്ന ബിന്ദുവിലേക്കൊന്ന് അടുപ്പിക്കുക ചെയ്യുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് A എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് അടുപ്പിച്ചു, ഇവിടെ വെച്ചു ആ വര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് Xനെ മാറ്റിയിട്ട് എവിടെ കൊണ്ടുവച്ചു, X എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് AX ഇങ്ങനെ കിട്ടി. ഇനി വീണ്ടും അത് നമ്മൾ A എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് അടുപ്പിക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വര എടുത്തിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു, ഒന്നും കൂടെ അടുപ്പിച്ച് വെച്ചു. ഈ വര ശ്രദ്ധിക്കണേ, ആ വര ഇങ്ങനെ മാറി അടുത്തടുത്ത് വരയുടെ നീളം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. ആ വര ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനി എക്സിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് X എന്ന് പറയുന്നത് എവിടെയാക്കി വെച്ചു, ഞാൻ ഈ ഒരു ബിന്ദു ആക്കി വെച്ചു. അങ്ങനെ ഞാനിങ്ങനെ Xനെ Aയിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ ആ വരയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സമയത്ത് ഈ AX എന്ന് പറയുന്ന വര A എന്ന് പറയുന്ന ബിന്ദുവിലൂടെയും X എന്ന് പറയുന്ന ബിന്ദുവിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒരു പ്രത്യേക സമയത്തെത്തുമ്പോൾ A എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ മുകളിലാവും ആര്, X. അല്ലെങ്കിൽ Aയും Xും എന്തായിട്ട് മാറും, ഒരേ ബിന്ദുവായിട്ട് മാറും അല്ലേ. കാരണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ Aനോട് അടുപ്പിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എന്തായിട്ട് മാറും,
എ എന്ന് പറയുന്ന ബിന്ദു ഒരു പ്രത്യേക സമയത്ത് എ എന്ന് പറയുന്ന ബിന്ദുവും എക്സ് എന്ന് പറയുന്ന ബിന്ദുവും ഒരേ ബിന്ദുവായിട്ട് മാറും. ആ സമയത്ത് നമ്മൾ വരക്കുന്ന വര ഈ എക്സ് എന്ന് പറയുന്ന വര, ആ സമയത്ത് എക്സ് എന്ന് പറയുന്ന വര ഉണ്ടായില്ല. ആ വര ഏതിലൂടെ മാത്രമേ കടന്നു പോവുള്ളൂ? ഏത് ബിന്ദുവിലൂടെ മാത്രമേ കടന്നു പോവുള്ളൂ? എ എന്ന് പറയുന്ന ബിന്ദുവിലൂടെ മാത്രമേ കടന്നു പോവുള്ളൂ അല്ലേ? അതായത് ഈ വൃത്തത്തിലുള്ള എ എന്ന് പറയുന്ന ബിന്ദുവിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വര നമുക്ക് കിട്ടും അല്ലേ? ഈ ഒരു വര മാറിയിട്ട് ഈ ഒരു വരയെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സ് എന്ന് പറയുന്ന വര ഇപ്പോൾ ഞാൻ വരച്ച വരയായിട്ട് മാറും അല്ലേ? എന്താ ഈ വരയുടെ പ്രത്യേകത? ഈ വര എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ എ എന്ന് പറയുന്ന ബിന്ദുവിൽ കൂടെ മാത്രം കടന്നു പോകുന്ന വരയാണ്. ആ എയിൽ മാത്രമാണ് എന്ത് ചെയ്തത്? ആ വര കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടി മാത്രം കടന്നു പോകുന്ന വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൊടുവരകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വൃത്തമായിക്കോട്ടെ, ഒരു വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ കൂടി മാത്രം കടന്നു പോകുന്ന വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൊടുവരകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു തൊടുവരകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് തൊടുവര എന്ന് മനസ്സിലായി. ആ തൊടുവര എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ എക്സിനൊക്കെ പിടിച്ചിട്ട് എവിടെ കൊണ്ടുവച്ചത്? എന്നോട് അടുപ്പിച്ച് കൊണ്ടിട്ട് എ ആക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ തൊടുവര എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ മാത്രം കടന്നു പോകുന്ന വരയാണ് നമ്മൾ തൊടുവര അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടാൻജൻ്റ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ? ഇനി ഈ തൊടുവരകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നമുക്ക് ഈ രൂപത്തിൽ കിട്ടി. അപ്പം നമുക്ക് ഒരു ബിന്ദുവിൽ എത്ര തൊടുവര വരക്കാം? അതായത് ഒരു വൃത്തത്തിലുള്ള ഒരു ബിന്ദുവിൽ എത്ര തൊടുവര വരക്കാം? ഒരു തൊടുവര മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വരക്കാൻ കഴിയുള്ളൂ. എ എന്ന് പറയുന്ന ബിന്ദുവിലൂടെ വരച്ച തൊടുവരയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. പേര് കൊടുക്കുകയാണെങ്കിൽ പി ക്യു എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, പി ക്യു എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിച്ചു. പി ക്യു എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ബിന്ദുവിലൂടെ വരക്കുന്ന വരയാണ്. ഇനി മറ്റേത് വര നമ്മൾ വരച്ചാലും അത് തൊടുവരയാവില്ല, വേറെ ഒരു ബിന്ദുവിൽ കൂടെ എന്ത് ചെയ്യും? കടന്നു പോകും. അങ്ങനെ ഏതൊരു ബിന്ദു എടുത്താലും നമുക്ക് ഇവിടെയൊക്കെ ഈ ബി എന്ന് പറയുന്ന ബിന്ദുവിലൂടെ നമുക്ക് വരക്കാം. വേറെ ഏതെങ്കിലും ബിന്ദു എടുത്തിട്ട് ഒരു സി എന്ന് പറയുന്ന ബിന്ദു എടുത്ത് അതിലൂടെ നമുക്ക് തൊടുവര വരക്കാം. അങ്ങനെ വൃത്തത്തിലുള്ള ഏത് ബിന്ദുവിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു തൊടുവര വരക്കാം. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയുന്നത് ഈ തൊടുവരയും, നമ്മളിപ്പോൾ തൊടുവര എന്താണെന്ന് പറഞ്ഞു അല്ലേ? ആ തൊടുവരയും വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ ആരം ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ബിന്ദുവിൽ കൂടെ നമുക്ക് അറിയാവുന്ന കാര്യം ഇപ്പോൾ എന്താ? ഒരു ബിന്ദുവിൽ കൂടെ വൃത്തത്തിലെ ഏത് ബിന്ദുവിൽ കൂടെ നമുക്ക് തൊടുവര വരക്കാം. അതുപോലെ തന്നെ വൃത്തത്തിലെ ഏത് ബിന്ദുവിൽ കൂടി നമുക്ക് എന്ത് വരക്കാം? വ്യാസവും വരക്കാം. അപ്പോൾ ഈ വ്യാസവും തൊടുവരയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ബോർഡിൽ കാണുന്നത്. ഇപ്പം എന്താ വെച്ചിട്ടുള്ളത്? ഇവിടെ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. എ ബി എന്നുള്ളത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൃത്തത്തിൻ്റെ കേന്ദ്രമായിരിക്കും. അതിൽ വരുന്ന ആ വൃത്തത്തിലുള്ള മറ്റൊരു ബിന്ദുവാണ് എക്സ് എന്ന് ഞാൻ അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഞാൻ ഈ എയും എക്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്, ഒന്ന് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയ എ എക്സ് എന്ന് പറയുന്ന വര അതൊരു തൊടുവരയാണോ? ആണോ? അല്ല. കാരണം എന്താ? ആ വര എയിലൂടെയും എക്സിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടെ മാത്രം കടന്നു പോകുമ്പോഴാണ് നമ്മൾ തൊടുവര എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഇത് ഞാനാണ്, തൊടുവരയല്ല. ഈ ചിത്രത്തിൽ തൊടുവരയൊന്നുമില്ല, ജസ്റ്റ് ഞാണും വ്യാസവും മാത്രമേ ഉള്ളൂ, ഒരു ആരവും ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ എ ഒ എക്സ് എന്ന് പറയുന്ന ഈ കോൺ ഉണ്ടല്ലോ, അതെന്താ? എ എക്സ് എന്ന് പറയുന്ന കോണിൻ്റെ കേന്ദ്രകോണാണ്. ഈ കേന്ദ്രകോണൊക്കെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? രണ്ടാമത്തെ ചാപ്റ്ററിലാണ് അല്ലേ? രണ്ടാമത്തെ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച കാര്യം കേന്ദ്രകോണം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എ ഒ എക്സ് എന്ന് പറയുന്നത് ആ വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ എ എക്സ് എന്ന് പറയുന്ന ഞാണിൻ്റെ കേന്ദ്രകോണാണ്. സോ ഞാൻ ആ കേന്ദ്രകോണിനെ ഞാൻ എക്സ് ഡിഗ്രി എന്ന് വിളിക്കുകയാണ്. അതായത് കോൺ എ ഒ എക്സ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ എക്സ് ആണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തുകൊണ്ട് ഇവിടെ സ്മാൾ ലെറ്റർ എക്സ് ഡിഗ്രി ആയിട്ട് ഞാൻ എടുത്തു. എ ഒ എക്സിനെ സ്മാൾ ലെറ്റർ എക്സ് ഡിഗ്രി ആയിട്ട് ഞാൻ എടുക്കുന്നു. ഇനി അതായത് ഇത് എക്സ് ഡിഗ്രി,
ഞാൻ അടയാളപ്പെടുത്തുന്നു, ചിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു, എക്സ് ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, സോറി അവിടെ ഒരു ത്രികോണമുണ്ട്. ഏതാണ് ത്രികോണം AOX എന്ന് പറയുന്ന ത്രികോണമുണ്ട് അല്ലേ? ആ ത്രികോണത്തെ പരിഗണിക്കുന്നു. ത്രികോണം AOX ഞാൻ പരിഗണിക്കുന്നു. ആ ത്രികോണം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ സവിശേഷത ഉണ്ടോ ആ ത്രികോണത്തിന്? വളരെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ പറയാൻ പറ്റുന്ന കാര്യം എന്താ ഉള്ളത്? യെസ്, ഈ ത്രികോണം എന്താ? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. എന്താ കാരണം? സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഇവിടെ ഏതൊക്കെ രണ്ട് വശങ്ങളാണ് തുല്യമുള്ളത്? AOയും അതുപോലെ XO എന്ന് പറയുന്ന വശം തുല്യ. കാരണം അത് രണ്ടും വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. സോ നമുക്ക് എന്ത് പറയാം? AO സമം XO എന്ന് പറയാം. കാരണം വൃത്തത്തിൻ്റെ ആരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ AOX എന്ന് പറയുന്ന ത്രികോണം എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ അത് സമപാർശ്വ ത്രികോണമാണെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങളുടെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ AO എന്ന് പറയുന്ന വശവും XO എന്ന് പറയുന്ന വശവുമാണ് തുല്യമായിട്ടുള്ളത്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും എതിരെയുള്ള കോണുകളും എന്താണ്? തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ AO എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള കോൺ ഏതാ? ഈ കോണായിരിക്കും അല്ലേ? അതായത് AXO എന്ന് പറയുന്ന കോൺ. അത് ഞാനൊരു Y ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ്. ഇതൊരു Y ഡിഗ്രി ആയിട്ട് എടുക്കുന്നു, കണ്ടുപിടിക്കുന്നുണ്ട്, അതിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ XO എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള കോണും എന്ത് തന്നെയായിരിക്കും? Y ഡിഗ്രി തന്നെ ആയിരിക്കും. Y ഡിഗ്രി ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ വൈൻ്റെ വാല്യൂ Y എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കോണുകളും കൂട്ടി എത്രയാ? 180 എന്ന് പറഞ്ഞാൽ നമുക്ക് X + Y സമം നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ Y ആണ് നമുക്ക് കാണേണ്ടത്. Y + Y എന്ന് പറഞ്ഞാൽ 2Y ആണ്. എക്സിന് അങ്ങോട്ടേക്ക് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 2Y = 180 - X എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് Y = നമുക്ക് എന്ത് ചെയ്താം? 180 - X / 2 എന്ന് കിട്ടും അല്ലേ? 180 - X/2 എന്ന് കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? Y = നമുക്ക് എന്ത് കിട്ടും? 180/2 - X/2 എന്ന് കിട്ടും അല്ലേ? ആ രണ്ടിന് നമുക്ക് അംശത്തിലേക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. 180/2 എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 90 - X/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് Y എന്ന് പറയുന്ന കോണ് 90 - X/2 എന്ന് പറയുന്ന കോണാണ് എന്ത് പറയുന്നത്? Y എന്ന്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? 90 - X. ഞാൻ ആ Yക്ക് പകരം ഞാൻ അവിടെ 90 - X/2 കൊടുക്കുകയാണ് കേട്ടോ. 90 - X/2 ഞാൻ അവിടെ നിന്ന് അടയാളപ്പെടുത്തുകയാണേ. ഇതിനകത്ത് ഞാൻ 90 - X/2 അടയാളപ്പെടുത്തുന്നു. 90 - X/2 ഇവിടെ അതുപോലെ 90 - X/2 ആണ്. ഇനി നോക്കിക്കോ, ഇനി നമുക്കിത് AX എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AX എന്ന് പറയുന്ന വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് തൊടുവരയാക്കി മാറ്റുന്നത്. എങ്ങനെ? ഈ എക്സിനെ നമ്മളിങ്ങനെ എയിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് അല്ലേ? അപ്പോൾ ഈ എക്സിനെ നമ്മളിങ്ങനെ എയിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ കോൺ എക്സ് എങ്ങനെയായിട്ട് മാറും? അപ്പോൾ ഞാൻ ഈ എക്സിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ തൊട്ട് മുകളിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഈ കോണിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെടുത്തിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി വെച്ചു. ഇതാണ് എക്സ് എന്ന് വിചാരിച്ചു. സപ്പോസ് ഇതിനെ അതുപോലെ ഈ ഒരു ഭാഗം അതുപോലെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സ്മാൾ എക്സ് എന്ന് പറയുന്ന കേന്ദ്രകോൺ എന്താവുന്നുണ്ട്? ചുരുങ്ങുന്നുണ്ട് അല്ലേ? ചെറുതാവുന്നുണ്ട് അല്ലേ? അതിങ്ങനെ ചെറുതായി വന്ന് അത് തൊടുവരയായി മാറുന്ന സമയത്തോ ഈ എക്സ് എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കോൺ ഉണ്ടാവുമോ? കാരണം ഈ XOയും AOയും തമ്മിലുള്ള കോണാണ് എന്ത് പറയുന്നത്? X ഡിഗ്രി, സ്മാൾ ലെറ്റർ X ഡിഗ്രി എന്ന് പറയുന്നത്. അതിങ്ങനെ വന്നിട്ട് ഈ X A ആയിട്ട് മാറിയാൽ ഈ വര എന്തായിട്ട് മാറും? AOൻ്റെ മുകളിൽ നിൽക്കും അല്ലേ? AOൻ്റെ മുകളിലാണ് നിൽക്കുക. സോ AOൻ്റെ മുകളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ X ഡിഗ്രി കോൺ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ Y ഡിഗ്രി എന്താകും മാറുന്നു നോക്കാം കേട്ടോ. Y ഡിഗ്രി എന്താവുക? അതായത് AX എന്നുള്ളത് തൊടുവരയായാൽ
ആയാൽ നമുക്കെന്ത് പറയാം, കോൺ എക്സ് ഡിഗ്രി എന്ന് പറയുന്ന കോണ് എന്തായിരിക്കും, 0 മാറും. എക്സ് സമം 0 മാറും. അപ്പോൾ വൈ എന്താ കിട്ടുക, എക്സ് 0 വൈ എന്താ കിട്ടുക, therefore y ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, നോക്കിക്കോളൂ, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 90 മൈനസ് x/2 x/2 അല്ലേ. എക്സ് 0 ആയി കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് y ഡിഗ്രി കോൺ ഏതാ വരിക, ഏതായിരിക്കും, ഈ എ ബി എന്ന് പറയുന്ന വ്യാസവും വരക്കുന്ന തൊടുവരയും തമ്മിലുള്ള കോണായിരിക്കും എന്ത് പറയുന്നത് വൈ മാറുക അല്ലേ, വൈ അതായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഏതൊരു തൊടുവരയും ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര എന്ത് ചെയ്യുന്നുണ്ട്, അതേ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമായിരിക്കും, അല്ലെങ്കിൽ അവ തമ്മിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ, നോക്കിക്കോളൂ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. വേണമെങ്കിൽ അവിടെ വ്യാസം എന്ന് പറഞ്ഞവിടുന്ന് നമുക്ക് എന്തും കൂടെ പറയാം, നമുക്ക് ആരം മാറ്റി കൊടുക്കാം. കാരണം വ്യാസവും ആരവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളൂ, പകുതിയാനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആരമായിട്ട് മാറ്റാം. അതിൻ്റെ ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലൂടെയുള്ള തൊടുവരയും ആ ബിന്ദുവിലൂടെ തന്നെയുള്ള വ്യാസത്തിനോ അല്ലെങ്കിൽ ആരത്തിനോ പരസ്പരം ലംബമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് തൊടുവര വരയ്ക്കാൻ വരെ, അല്ലെങ്കിൽ ചില ബിന്ദുവിൽ കൂടെയുള്ള തൊടുവരകൾ വരയ്ക്കാൻ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ. നമ്മളെ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ നോക്കും, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഒരു വൃത്തത്തിൻ്റെ ഒരു തൊടുവരയും ആ ബിന്ദുവിൽ കൂടെ കടന്നു പോകുന്ന വ്യാസം അല്ലെങ്കിൽ ആരം തമ്മിൽ എന്തായിരിക്കും, 90 ഡിഗ്രി കോണളവാണ്, അല്ലെങ്കിൽ തമ്മിൽ എന്താണ്, ലംബമാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊടുവരകൾ വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൊരു ചിത്രം കാണാം. അതായത് 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്നൊരു തൊടുവര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് നീട്ടിയ വര എന്ത് ചെയ്യുന്നുണ്ട്, ആ തൊടുവരയെ കൂട്ടിമുട്ടുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന കോണളവ് എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മൾ വരച്ചിട്ട്, ഇത് ഞാൻ റഫായിട്ടാണ് വരച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തെ കൃത്യമായ അളവുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, വരക്കണം. തന്നിട്ടുള്ള അളവുകളിൽ കൃത്യമായിട്ട് വരക്കണം. അതായത് 2 സെൻറ്റിമീറ്റർ ആരമായിരിക്കണം. ഈ തൊടുവരയും ഈ വരയും തമ്മിലുള്ള, കേന്ദ്രത്തിൽ നിന്ന് നീട്ടിയ വരയും തമ്മിലുള്ള, അല്ലെങ്കിൽ ആരം നീട്ടിയ വരയും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 25 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ കയ്യിലെടുക്കാവുന്ന മാത്തമാറ്റിക്സിൻ്റെ എല്ലാ കോമ്പസ്, പ്രൊട്രാക്ടർ പോലുള്ള എല്ലാ ആയുധങ്ങളും കയ്യിൽ വെക്കുക. നമ്മൾ ചെയ്യുന്നത്, ഞാൻ കോമ്പസ് എടുക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, 2 സെൻറ്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ നമുക്കറിയാം അല്ലേ, കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്തു. ഇത് ഞാൻ 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തെ വരച്ചു. ഇനി ഇതിലെ ഒരു ആരം, കേന്ദ്രം ഞാൻ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, കേന്ദ്രം അടയാളപ്പെടുത്തി, ഓ എന്ന് പറയുന്ന കേന്ദ്രം ഞാൻ അടയാളപ്പെടുത്തുന്നു. ദെൻ ഇതിലെ ഒരു ആരം ഞാൻ വരയ്ക്കുന്നു. ഒരാരം വരച്ചു. ആ ആരം ഞാൻ ഒന്ന് നീട്ടി വരച്ചു. ഓക്കെ, ഇത്ര ഭാഗം വൃത്തത്തിൻ്റെ ആരമാണ്. 2 സെൻറ്റിമീറ്ററുള്ള വൃത്തത്തിൻ്റെ ആരമാണ്. ഇത് 2 സെൻറ്റിമീറ്ററാണ്. ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇവിടെ 25 ഡിഗ്രി കോണളവുള്ള ഒരു തൊടുവര വരയ്ക്കാൻ വേണ്ടത് അല്ലേ, തൊടുവര വരയ്ക്കാൻ വേണ്ടത്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്, നമുക്ക് അങ്ങനെ വരക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു 25 ഡിഗ്രി എടുത്തിട്ട് ഒരു വര വരച്ചാൽ ചിലപ്പോൾ അത് തൊടുവര ആവണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് തൊടുവര ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായ അളവിൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കേ, നമുക്കറിയാം ഇവിടെ എവിടെയാണ് ഈ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലാണ് എന്ത് വരുന്നത്, ആ തൊടുവര വരുന്നത്. അപ്പോൾ ഏത് ബിന്ദുവിൽ ഞാൻ തൊടുവര വരയ്ക്കുകയാണെങ്കിലും ആ തൊടുവരയും വൃത്തത്തിൻ്റെ ആരവും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ പരസ്പര ലംബമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 25 ഡിഗ്രിയാണ്, ഈ ഭാഗത്ത് 25 ആവണ്ടേ. ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു മട്ടത്രികോണമല്ല കിട്ടുക, നമ്മളിവിടെ ഓൾറെഡി ഉള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു ത്രികോണം എന്ന് പറയുന്നത് മട്ടത്രികോണമായിരിക്കും. കാരണം ഇത് 90 ഡിഗ്രി കോണളവാണ് അല്ലേ.
അങ്ങനെയാണെങ്കിൽ ഈ കോണളവ് എത്ര വരിക? ഇവിടെ കേന്ദ്രത്തിൽ വരുന്ന കേന്ദ്രകോൺ എത്ര വരിക? 90 25 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 65 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ബിന്ദുവിൽ 65 ഡിഗ്രിയും ഈ ബിന്ദുവിൽ 25 ഡിഗ്രിയും ആയിട്ടുള്ള ഒരു ത്രികോണം വരച്ചാൽ മതി അല്ലേ? ത്രികോണത്തെ വരച്ചാൽ മതി. ആ ത്രികോണം വരയ്ക്കുമ്പോൾ തന്നെ എന്തായിട്ട് മാറും? ഈ വര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ വരയ്ക്കുന്ന വര എന്ന് പറയുന്നത് തൊടുവരയായിട്ട് മാറും. അപ്പം നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് 60 ഡിഗ്രി 65 ഡിഗ്രിയിൽ കോണളവിൽ നമ്മൾ വര വരച്ചു. അതുപോലെ ഇവിടെ 25 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ആണ് കണക്ട് ചെയ്ത് വരച്ചാൽ മതി. ഓക്കെ, സാധാരണ നമ്മൾ ത്രികോണം വരയ്ക്കുന്ന 2 കോണളവ് അറിയാമെങ്കിൽ നമ്മൾ ത്രികോണം എങ്ങനെ വരയ്ക്കുന്നത്? അതേ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യും. ഈ ഭാഗം എന്ന് പറയുന്നത് 65 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഈ കോണളവ് എത്രയായിരിക്കും? 90 ആയിരിക്കും. ദെൻ അപ്പോൾ ഈ വര എന്തായിരിക്കും? ഈ വൃത്തത്തിൻ്റെ തൊടുവരയായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ആ ഒരു ആരവും തൊടുവരയും തമ്മിലുള്ള കോണ് 90 ഡിഗ്രി ആണ് എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ചിത്രം വരച്ചത്. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.